വാവ്, എന്തത്! എന്റെ ദൈവമേ, ഇതൊരു രക്ഷയില്ലല്ലോ. എന്റെ ദൈവമേ, അതായത് നമ്മൾ നേരത്തെ കണ്ട നദിയാണ്. നമ്മൾ വരുന്ന വഴി ഒരു നദി കാണാം. ആ നദി ഇവിടെ ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും ഈ ഒരു കളറിലെ വെള്ളമായിട്ട് ഇങ്ങനെ പോവാണ്. നോക്കി, അവിടെയൊക്കെ നദിയിൽ സാധാരണ വെള്ളത്തിന്റെ കളറാണല്ലോ. ഇവിടെ വരുമ്പോഴാണ് ഇതിന്റെ കളറ് മാറുന്നത്. ഇതൊരു രക്ഷയില്ലട്ടോ. അപ്പൊ ഈ പാലത്തിന്റെ മേളിൽ നിന്ന് നമുക്ക് ഇപ്പുറത്തേക്ക് നോക്കുമ്പോ ഇവിടെ അതേപോലെ ഇതുപോലൊരു വെള്ളച്ചാട്ടം ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഹുക്ക ഫോൾസ്. ഇതൊരു അസാധ്യ ഭംഗിയായിട്ടോ. അതായത് രണ്ട് പാറക്കഷ്ണങ്ങൾക്ക് നടുവിലൂടെ, രണ്ട് മലകൾക്ക് നടുവിലൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് ഇങ്ങനെ പോയി 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 ഉള്ളൊരു ഫീൽ. അതിന്റെ അതെന്തോ അത് ആ ഭയങ്കര സ്പീഡിലാണല്ലോ ആ ബോട്ട് വന്നത്. കാണുന്നില്ലല്ലോ ആ ബോട്ട്. അവിടെ തിരിക്കുമല്ലേ? അടിപൊളി. എന്നാലും ഇത് സംഭവം പൊളിച്ചു കേട്ടോ. ഇതിങ്ങനെ ഒരു നദിയുടെ ഇങ്ങനെ ഒഴുകി 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 ഇങ്ങനെ വരികയാണ്. എത്ര സ്പീഡിലാണ് ആ വെള്ളം പോകുന്നത് നോക്കി. നമ്മൾ ഈ സ്വിമ്മിംഗ് പൂളിലെ വെള്ളത്തിന്റെ കളറില്ലേ, ആ ഒരു ബ്ലൂ ആണ് ഈ ഒരു വെള്ളത്തിന്. നോക്കി, അതിങ്ങനെ പകുതി എനിക്കൊന്ന് ഈ ഹുക്കയുടെ പുകയില്ലേ, അതേപോലെ വല്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഈ ഹുക്ക ഫോൾസ് എന്ന് ഇതിന് പേര് വന്നിരിക്കുന്നത്. എന്തായാലും ഭയങ്കര സംഭവം കേട്ടോ. ഞാനത് കണ്ടപ്പോ ശരിക്കും ആശ്ചര്യപ്പെട്ടു പോയി. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 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 ഫോൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന ഫോൾസ് വേറെ രീതിയല്ലേ. ദിസ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. ഇത്രയും നല്ല ലോക പ്രശസ്തമായ സ്ഥലത്ത് രാകേഷ് 2008 ആണെന്ന് വരെ എഴുതിച്ചേക്കണ. രാകേഷ് അതായത് ഇന്ത്യക്കാരാണല്ലോ. എല്ലാ ഇന്ത്യക്കാരുടെ പേരാണ് എഴുതി വെച്ചിരിക്കുന്നത്. വേറെ ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ നോക്കിക്കേ. വേറൊന്നുമില്ല കേട്ടോ. കഷ്ടം, നാണക്കേട്. ഇവിടെ കുറെ ട്രെയിൽസ് ഉണ്ട്, നേച്ചർ ട്രെയിൽസ്. അപ്പൊ നമുക്കിങ്ങനെ പല വഴി കൂടി ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ നടപ്പാതകൾ പോലെ കാണാം. അപ്പൊ അതിൽ കൂടി ഇങ്ങനെ പോയിട്ട് ചുറ്റിക്കറങ്ങി. ബൈക്ക് ട്രെയിലും ഉണ്ടല്ലേ, ബൈക്ക് ട്രെയില്, അങ്ങനത്തെ നടന്ന് പോകുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം നമുക്ക് ഇതുപോലെ പല വ്യൂ പോയിന്റുകൾ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ആ ഫോൾസിന്റെ സംഭവം കാണാം. ഇതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഫോളോ ഉണ്ട് ഇവിടെ എവിടെയാണെന്ന് തോന്നുന്നു. ഇത് അസാധ്യ ഭംഗിയാട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. നോക്കി, ആ ബോട്ട് നോക്കി അവരെ കൊണ്ടൊന്ന് വർക്കിറങ്ങാൻ വരുമോ നോക്കി. എന്റെ പൊന്നെ, ആ പൊളിച്ച്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണുമ്പത്തിന്റെ ആ ഒരു അഡ്രിനാലിൻ പമ്പാവുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇരിക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം. അത് ശരിക്കും ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഫീലാണ് കേട്ടോ. അത് കറങ്ങിക്കൊണ്ട് പോകുന്നത്. ഫുള്ളും തന്നെ അത് പൊളിച്ച്. ഏതാ പറഞ്ഞേ? നിങ്ങൾ അങ്ങനെ പറയരുത്. ഞാൻ ട്രക്ക് ഓടിക്കുന്ന അതിലും ഭീകരമായിട്ടാണെന്നല്ലേ, പ്രത്യേകിച്ച് റിവേഴ്സ് എടുക്കുമ്പോ. ഇതെന്തായാലും ഒരു രക്ഷയിലാണ്. കാരണം ദിസ് ഈസ് സംതിങ് ഡിഫറെന്റ് വിച്ച് ഐ ഹാവ് നെവർ സീൻ എനിവെയർ. അത് ഭയങ്കര സ്പീഡുള്ള ബോട്ടാണ്. അങ്ങോട്ട് പറന്നു പോയി അങ്ങ്. അതായത് നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ടില്ലേ ആ ഫോൾസ്, ആ ഫോൾ അല്ലേ, ഇതാണ് ശരിക്കുള്ള ഫോള്. ആ ഒരു രണ്ട് പാറക്കെട്ടുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ ഹൈ സ്പീഡിൽ വന്ന് ഇങ്ങനെ ഒഴുകി ഇവിടെ താഴെ വീണ്, ഇതൊരു ചെറിയ ഫോളാണ്, വലിയ ആഴമൊന്നുമില്ല. അതിങ്ങനെ താഴേക്ക് വീണ് ഇവിടെ ഇങ്ങനെ കലങ്ങി വെളുത്ത കളറിൽ ഇങ്ങനെ പുക പോലെ വന്ന് ഇങ്ങനെ പോകുന്നു. അതാണ് ഈ ഒരു ഫോൾസ്, ഹുക്ക ഫോൾസ്. കൊള്ളാം. കിളിയാ ഈ ഹുക്ക എന്ന് പറയുന്നത്? ഹുക്ക വലിക്കുമ്പോ വരുന്ന പുക പോലെ, അതുകൊണ്ടാണ് ഹുക്ക ഫോൾസ് പേര് വന്നേക്കുന്നത്. എന്തുകൊണ്ടാണ് പേരെന്നറിയില്ല. ഞാൻ വരുമ്പോ അങ്ങനെ തമാശക്ക് പറയാറുണ്ട്, നോക്കണം. മേ ബി ആയിരിക്കാം. കാരണം ഇവിടെ ഇങ്ങനെ ഹുക്കയുടെ പുകയില്ലേ, അതേപോലെ വെളുത്ത പുക പോലെ അല്ലേ ഈ ഒരു വെള്ളം വരുന്നത്. മേ ബി അതായിരിക്കാം. നമ്മുടെ നാട്ടിലെ പാലരുവി എന്നൊക്കെ പറയത്തില്ലേ നമ്മള്, പാല് പോലെയുള്ള വെള്ളം. ആണോ? അങ്ങോട്ട് നടക്കാം. പാലരുവി വാട്ടർഫോൾസ് ഇല്ലേ, പാല് പോലെയുള്ള വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെയൊക്കെ ഇരിക്കുന്നതും. ഹെലികോപ്റ്ററൊക്കെ പോകുന്നു. ഹെലികോപ്റ്ററിൽ സൈറ്റ് സീയിങ് ഉണ്ടെന്ന് ഇവിടെ. ഹോമിന് മാറിയിൽ പറയുന്ന പേരാണ് ഹുക്ക. ഹുക്ക മീൻസ് ഹോം ഇൻ മാവോറി. അതായത് ആ ഒരു പദയില്ല, പദ, അതിന് ഇവരുടെ മവോരി ഭാഷയിൽ പറയുന്ന പേരാണ് ഹുക്ക എന്ന് പറയുന്നത്. സോ അതാണ് ഗൈസ്, മനസ്സിലായോ? നമ്മളിനി ആ ഫോൾസിന്റെ ആ ഒരു രൗദ്രഭാവം കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പുറത്തോട്ട് മാറുകയാണ്. അങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോൾസിന്റെ ലോങ് വ്യൂല് പല ആംഗിളുകളിൽ നിന്ന് രൗദ്രഭാവം ഷൂട്ട് ചെയ്യാൻ സാധിക്കും.
ഏകദേശം 2 ലക്ഷം ലിറ്റർ ഓഫ് വെള്ളമാണ് ഒരു മിനിറ്റില് ഈ 9 മീറ്റർ ഉയരത്തിലുള്ള ഈ ഒരു പാറയുടെ ഇടയ്ക്കൂടെ താഴേക്ക് വീഴുന്നതെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 2 ലക്ഷം ലിറ്റർ ഓഫ് വാട്ടർ ഒരു മിനിറ്റിൽ. അത്രയ്ക്ക് സ്പീഡിലാണ് ഈ ഒരു വെള്ളം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം, അത്ര സ്പീഡിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ വെള്ളം വന്ന് വീഴുന്ന ഈ ഒരു ഭാഗം വളരെ ഡീപ്പായിട്ടുള്ള ഒരു അഗാധ ഗർത്തമാണ് എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് ഇതിനകത്തുനിന്ന് വരുന്ന വെള്ളം വെച്ചിട്ട് ഒരു ഒളിമ്പിക്സിന്റെ സ്വിമ്മിംഗ് പൂള് നിറയ്ക്കാമെന്നാണ് ഇവർ പറയുന്നത്. അത്രയ്ക്ക് വെള്ളം, അതായത് 2 ലക്ഷം ലിറ്റർ വെള്ളമാണ് ഒളിമ്പിക്സിന്റെ ഒരു സ്വിമ്മിംഗ് പൂളിൽ നിറയ്ക്കുന്നത്. അപ്പോൾ അത്രയും ലിറ്റർ ഓഫ് വെള്ളമാണ് 1 മിനിറ്റിൽ ഈ ഒരു ഇതിലൂടെ ഇങ്ങനെ താഴേക്ക് വരുന്നത്. ഞാനൊരു 10-15 മിനിറ്റ് ഇവിടെ ഇങ്ങനെ ഈ വെള്ളം വീഴുന്നത് നോക്കി ഇങ്ങനെ നിന്നു. അതിനകത്ത് നമ്മൾ പെട്ടുപോകുന്നൊരവസ്ഥ ആലോചിച്ചേക്കുക. അങ്ങനെ എന്തായാലും ഒരു മത്സ്യം പോലും ഉണ്ടാവില്ലല്ലേ ഇതിൽ. നമ്മൾ ഇവിടെങ്ങും ഇത്രയും സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ എന്റെ പൊന്നെ. നമ്മളാ ബോട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്റെ ദൈവമേ, ഇവര് ഒരാളെയും വെച്ചോണ്ട് അയ്യോ സമ്മതിക്കണം കണ്ടവന്മാരെ, ഭ്രാന്തന്മാരാട്ടാ. ഒരാളെയും വെച്ചോണ്ട് അയാൾ വന്നേക്കുന്ന ബോട്ടില്. ഓ കമോ, അതൊരു രക്ഷയില്ല. അവർക്കൊരു പേടിയില്ല. അവരുടെ നിൽക്കുന്ന കണ്ടില്ല അതിനകത്ത്. അത് പൊളിച്ച് എന്റെ പൊന്നു. തിരിച്ചു പോയാ ഇനിയും പോയിട്ട് കറക്കും. അവരൊരു അഡ്വഞ്ചർ ലവറാണെന്ന് തോന്നുന്നു. ഒരു ലേഡിയാണ് അവര് നിൽക്കുന്നത് കണ്ടോ. പുള്ളി ബോട്ട് ഡ്രിഫ്റ്റിങ്ങിന്റെ ഉസ്താദാന്ന് തോന്നുന്നു. നമ്മളിപ്പോ അടുത്തൊരു സ്ഥലത്തേക്ക് എത്തി. ഇത് കണ്ടല്ലോ, ഒരു ഡബിൾ ഡെക്കർ ബസ് എടുക്കുന്നുണ്ട്. പാഡീസ്. അത് എന്താ സാധനം? ക്യാമ്പർമാനാ ഇത്? ആരും താമസിക്കുന്നതാണോ? ഐറിഷ് പബ്. ഇത് കട എന്തുവായിരുന്നു അല്ലേ? പാഡീസ് ഐറിഷ് പബ് വെസ്റ്റ് ക്വീ. കൊള്ളാല്ലേ, നല്ല രസമുണ്ട്. ഇതൊരു ക്യാമ്പിംഗ് ഗ്രൗണ്ട് ആണ്. ഇവിടെ ആളുകള് വണ്ടിയൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി അതെ. ആ ചേട്ടൻ അങ്ങോട്ട് കൈ കാണിച്ചായിരുന്നു. വേണമെങ്കിൽ പോയായിരുന്നു, കിട്ടിയാനെ എന്തെങ്കിലും. അവിടെ ഒരു കപ്പിൾ ഇരിക്കുന്നുണ്ടാ. കൊള്ളാം. നമുക്കും കൊണ്ടുവരാറ് എന്തെങ്കിലും സാധനം ഗ്രില്ല് ചെയ്യാനായിട്ട്. അല്ല, ഇതെന്തോ സംഭവമാണത്? അല്ലല്ല, ഇവര് കൊണ്ടുവന്ന് പ്ലാൻ ചെയ്തിട്ട് ഈ കോവിഡിന്റെ സമയത്ത് തുടങ്ങി വെച്ചതായിരിക്കും. ഈ സാധനം മുതലാവേണ്ട അവര് വിട്ടു. മേ ബി ആയിരിക്കാം. നമ്മൾ നേരത്തെ ആ ഫോൾസ് കണ്ടില്ലേ, ആ ഫോൾസിലേക്ക് പോകുന്ന നദിയാണ് ഇത്. ഈ നദി ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ടാണ് ആ ഫോൾസിലേക്ക് പോകുന്നത്. വൈക്കാട്ടോ റിവർ എന്നാണ് റിവറിന്റെ പേര്. അപ്പൊ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഡേഞ്ചർ, ഏതൊക്കെ ഭാഗം ഡേഞ്ചർ ആണ്, എവിടെയൊക്കെ ഇറങ്ങണം, എവിടെയൊക്കെ ഇറങ്ങരുത്, എങ്ങനെയൊക്കെയാണ് വെള്ളം പോകുന്നത്, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഓരോ സാധനങ്ങളൊക്കെ. പിന്നെ മാക്സിമം അവര് പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ള രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് റിവറിൽ ഇറങ്ങണമെങ്കിൽ റിവറിൽ ഇറങ്ങാം, സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ. ഇവിടുത്തെ ആ ഒരു വെള്ളത്തിന്റെ ഭംഗി നോക്കാവേ. റിവറിന്റെ ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു, അത് വെട്ടിക്കളഞ്ഞിട്ട്. ആഹാ, കൂട്ട് കിട്ടിയല്ലോ. ആഹാ, എത്ര ക്ലിയർ ആണ്. നമ്മള് ദൗക്കിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന പോലത്തെ ക്ലിയർ വാട്ടർ. കുടിച്ചു നാച്ചുറൽ സ്പ്രിംഗ് വാട്ടർ അല്ലേ, നല്ല ക്ലിയർ വാട്ടർ. അതായത് നമുക്ക് ഇതിന്റെ താഴെ വരെ കാണാം. ഹായ് ചന്ദ്രു അമ്മ തന്നെ നക്കിയിട്ട് പോയി. ചന്ദ്രു ക്ലിയർ വാട്ടർ ഉണ്ടല്ലേ, അത് താഴെ വരെ ഫുള്ള് നമുക്ക് കാണാം. നദിയുടെ അങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ. അതാണ് ഇവിടുത്തെ ഈ വെള്ളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പാറയൊക്കെ ഉണ്ട്, ആ പാറയൊക്കെ ഫുള്ള് കാണാം. അവിടേക്ക് ഡീപ്പാണ്, അതുകൊണ്ടാണ് ആ കളറ്. ന്യൂസിലൻഡ് ഈസ് ബ്യൂട്ടി. അതാണ് ന്യൂസിലൻഡിന്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. ഇതുപോലത്തെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ന്യൂസിലൻഡിലുണ്ട്. ഇവിടെ നദിയിൽ കുളിക്കാൻ വരുന്നവർക്ക് വണ്ടി പാർക്ക് ചെയ്ത് നദിയിലൊക്കെ കുളിച്ച് വാഷ്റൂം ഒക്കെ യൂസ് ചെയ്ത് ഇവിടെ മുകളിൽ ക്യാമ്പിംഗ് സൈറ്റ്, അങ്ങനെ പല സംഭവങ്ങൾ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അല്ലേ, അതാണ് സംഭവം.